വണക്കം. കേരളത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് തന്ത്രിയുടെ വാജിവാഹനമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസോ സ്വർണ്ണപ്പാളി വിവാദമോ ഒന്നുമല്ല. ഇപ്പോൾ അതിലും ഭംഗിയായിട്ട് കേരളക്കര സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സുജയ പാർവതി നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അഥവാ മരംമുറി ചാനൽ അഥവാ അഗസ്റ്റിൻ സഹോദരന്മാർ മരം വെട്ട് കള്ളന്മാർ ആ ചാനലിൽ നിന്ന് പുറത്തിറങ്ങി ഓടിയ ഒരു വാർത്തയാണ് ഇപ്പോൾ കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മാധ്യമപ്രവർത്തകർക്കിടയിൽ എല്ലാം തന്നെ വലിയ ചർച്ചയായി ഇത് മാറിയിട്ടുണ്ട്. ഇനി മുതൽ അരുൺകുമാറിൻ്റെ തലയിൽ ആര് ബുൾസ് അടിക്കും, ആര് സംഘപരിവാറിൻ്റെ ലൈൻ പറയാനായിട്ട് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അരുൺകുമാറിൻ്റെ മുഴുവൻ ജ്ഞാനവും വാരി വിതരണമെങ്കിൽ അപ്പുറത്ത് അരുൺകുമാറിനെ എതിർക്കാൻ ഒരാൾ വേണമല്ലോ. എങ്കിൽ മാത്രമല്ലേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം പുറത്ത് വാരി വിതരാൻ പറ്റൂ. ഇപ്പോൾ ഒരു ചാനൽ ചർച്ചയിലാണെങ്കിൽ പോലും അപ്പുറത്ത് ഒരു BJP പ്രതിനിധി ഇരിക്കുന്നെങ്കിൽ മാത്രമേ ഇപ്പുറത്തിരിക്കുന്ന കമ്മിക്കുട്ടനോ കൊങ്ങിക്കുട്ടനോ കസറാനുള്ള വകുപ്പ് നമ്മുടെ ആങ്കർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അരുൺകുമാറിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചാണ് ചില കമ്മിക്കുട്ടന്മാരുടെ രോദനം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും മറ്റു മാധ്യമങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന മാധ്യമം നമ്മുടെ കേരളക്കരയിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഒട്ടും തന്നെ അനുകരണീയമായിട്ടുള്ള മാതൃക കൊണ്ടുവന്നിട്ടുള്ളൊരു സ്ഥാപനമല്ല. കാരണം ഇത്രയധികം തട്ടിപ്പും വെട്ടിപ്പും എന്തിനു പറയുന്നു, ഇത്രയധികം ചീത്തപ്പേര് കേരളക്കരയിൽ ഇന്നേ വരെ വന്ന ഒരു മാധ്യമ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്നുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. കാരണം തലപ്പത്തിരിക്കുന്നതേ കാട്ടുകള്ളന്മാരാണ്. ആ കാട്ടുകള്ളന്മാർ കുറച്ച് പൈസ എടുത്ത് വീശിയപ്പോൾ ആ കാട്ടുകള്ളന്മാരെ പുറകെ ഓടി വന്ന മാധ്യമ പ്രവർത്തകരാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതിൽ സുജയ പാർവതിയും ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ഇരിക്കുന്ന അരുൺകുമാർ ഉണ്ടല്ലോ, ഹാർഡ് വർക്കിംഗ് ആണ്. പുള്ളി നല്ലൊരു വ്യക്തിയാണ്. പുള്ളിക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ഭയങ്കര ബിരുദാനന്തര ബിരുദം, പിന്നെ PhD MA MBBS ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷേ കാശ് കണ്ട കമന്നടിച്ച് വീഴും. നിലപാടൊന്നുമുള്ളൊരു മനുഷ്യനല്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ. കാരണം 24 ഇരുന്നപ്പോൾ മരം വെട്ട് കള്ളന്മാരെക്കുറിച്ച് AR VR ആ ഒരു സെറ്റപ്പ് ഉപയോഗിച്ച് മറ്റേ വലിയ ആനവണ്ടി ലോറിയിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് തടിയൊക്കെ പിടിച്ച് മറ്റേ കൈലിയൊക്കെ മടക്കി കുത്തി യവന്മാർക്കെതിരെ അച്ചംപുച്ചം പറഞ്ഞിട്ട് യവന്മാർ കുറച്ച് കാശെടുത്ത് വീശിയപ്പം അത് കണ്ട് കണ്ണും മഞ്ഞളിച്ച് ബുൾസേ പോലെ കണ്ണ് പുറകിലോട്ട് തള്ളി മീറ്റ് ദ എഡിറ്റേഴ്സിൽ യവന്മാരെ കൂടെ വന്നിരുന്നിട്ട് യവന്മാരെ മൂട് താങ്ങുകയാണ് നമ്മുടെ അരുൺകുമാർ എന്ന് പറയുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവിടെ എല്ലാ മാധ്യമപ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണനായിരുന്നാലും ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഉയരും കൊണ്ട് ഓടി. അതിനുശേഷം ഉണ്ണി ബാലകൃഷ്ണൻ വന്ന ജിമ്മി ജെയിംസ് ആയിരുന്നാലും അവിടെ ഇരിക്കുന്ന ഏത് മാധ്യമ പ്രവർത്തകനായിരുന്നാലും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ നിലപാട്. എൻ്റെ നിലപാടിലൊരു മാറ്റവുമില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുജയ പാർവതി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ടറിന് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. ഈ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഉള്ള ഒരു സംഭവം ഞാൻ എന്താണെന്ന് പറഞ്ഞു. അതായത് ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നും ഒരാൾ ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം തകരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രവർത്തകർക്കും അവിടെയുള്ള CEOമാർക്കും ചീഫ് എഡിറ്റർമാർക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കുറച്ച് കാലം ഇതിനകത്തൊക്കെ നിന്നുകൊണ്ട് പറയണം. അതായത് അവർക്കൊക്കെ വലിയ സന്തോഷം. ഇപ്പോൾ റിപ്പോർട്ടറിൽ നിന്ന് സുജയ പാർവതി ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായർക്ക് മുടിഞ്ഞ സന്തോഷമായി കാണും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് അറിയാനായിട്ട് കവടി നിരത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കോമൺ സെൻസിൽ ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇനി റിപ്പോർട്ടർ ചാനൽ മുടിഞ്ഞു പോകുന്നതിൽ സന്തോഷിക്കുന്ന വേറെ പല മാധ്യമ പ്രവർത്തകരുമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സുജയ പാർവതി റിപ്പോർട്ടറിൽ നിന്നും ഇറങ്ങി സുജയ പാർവതി പുതിയൊരു ന്യൂസ് ചാനൽ വരുന്നുണ്ട്. ബിഗ് ന്യൂസ് TV എന്നാണ് ആ TVയുടെ പേര്. ബിഗ് TV ന്യൂസ് അഥവാ ബിഗ് ന്യൂസ് TV. അപ്പോൾ ഈ TV ചാനലിൽ ചീഫ് എഡിറ്ററായിട്ടാണ്, കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്ററായിട്ടാണ്. ഈ ചീഫ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. അതായത് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഒരുപാട് ഈ ശൃംഖലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവർക്ക് കൊടുക്കാൻ പറ്റിയ പദവികളുണ്ട്. ഈ പദവികളൊന്നും കൊടുത്തില്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർ അവിടെ ഇരിക്കില്ല. കാരണം ഈഗോ എന്ന് പറയുന്ന സാധനം ആസനം മുതൽ മൂട് വരെ അടിച്ചു നീക്കുന്ന സെറ്റപ്പുള്ള ആൾക്കാരാണ് ഈ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നത്. ഒരു പിടുക്കു അറിഞ്ഞുകൂടെങ്കിലും എനിക്കെല്ലാം അറിയാമെന്ന്, എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ ഭൂരിഭാഗം ആൾക്കാരും. പിന്നെ ഒന്നും ആകാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ അടിച്ച് നടക്കുന്ന മാധ്യമ പ്രവർത്തകർ വേറെ. ആ മാധ്യമ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ പ്രസ് ക്ലബ്ബിലൊക്കെ വന്ന് കള്ളും കുടിച്ച് അവിടെ ഇരുന്ന് ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകന്മാർ ഉയർന്നു പൊങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് യവനൊക്കെ രാഷ്ട്രീയക്കാരുടെ പെട്ടി താങ്ങിയാണ് കയറിപ്പോയത് എന്നിങ്ങനെയുള്ള കഥകളൊക്കെ പറയും. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിന് കുറച്ച് സുഖമുള്ളൂ. ഞാൻ എൻ്റെ സുഖം മാത്രം നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ അവിടെ കിടന്ന് ചിലച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇവരുടെ വേറൊരു ലൈൻ. അതായത് ഇവരുടെ വേറൊരു ശൃംഖല എന്ന് പറയുന്നത്. ഇതിനകത്തും അതായത് ഈ മാധ്യമ പ്രവർത്തകരുടെ ഈ ഒരു സെറ്റപ്പിനകത്തും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്.
ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഈഗോയും ഏറ്റവും അധികം ചൂഷണവുമുള്ള ഒരു ഫീൽഡാണ് ഈ മാധ്യമപ്രവർത്തക ഫീൽഡ് എന്ന് പറയുന്നത്. ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങുന്നത് ജനം ടി വിയിലാണ്. ജനം ടി വിയിൽ ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ഈ ജനം ടി വി വന്ന സമയമാണ്. അപ്പോൾ ഈ വന്ന സമയത്ത് ഞാൻ അതിനകത്ത് മാധ്യമപ്രവർത്തനം തുടങ്ങുമ്പോൾ മറ്റുള്ള മാധ്യമപ്രവർത്തകർ ജനം ടി വിയെ സംഘപരിവാർ ചാനലാണ് ആ ജനം ടി വിയെ നോക്കിക്കാണുന്നത് എന്തോ വലിയ അപരാധം പോലെയാണ് ഈ ജനം ടി വിയെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. അതൊരു ക്ലാസിഫിക്കേഷനാണ്. പിന്നെ ജയ് ഹിന്ദിലാണെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ജോലി എടുക്കുന്നുണ്ട്, ഇപ്പോഴും എടുക്കുന്നുണ്ട്. ഞാൻ 2018, 17 കാലഘട്ടങ്ങളിൽ 18-19 കാലഘട്ടങ്ങളിൽ ജനം ടി വിയിൽ ജോലി എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ജയ് ഹിന്ദിലെ മാധ്യമപ്രവർത്തകർക്ക് ശമ്പളമൊന്നുമില്ല. അന്ന് ശമ്പളമില്ല എന്നുള്ളത് മാത്രമല്ല, ഈ നാളെ UDF അധികാരത്തിൽ വരും, അത് 2019 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ, അതായത് ഒരു റിപ്പോർട്ടർ കാണും, ആ റിപ്പോർട്ടർ AC ഇടാത്ത ഒരു വണ്ടിയിൽ ഈ 40 ഡിഗ്രി ചൂടിൽ രാവിലെ എണീച്ച് വന്നിട്ട് കയ്യിൽ മറ്റേ എപ്പോഴും ബാഹുബലി ക്യാമറയാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് ആ ബാഹുബലി ക്യാമറയും വെച്ചുകൊണ്ട് ഈ AC ഇടാത്ത കാറിൽ തലങ്ങും വിലങ്ങും അവിടെ ഇവിടെയും പോയിട്ട് ഒരു റിപ്പോർട്ടറെ കാണും. തിരുവനന്തപുരത്താണെങ്കിൽ 100,000 പരിപാടിയും കാണും, 100,000 സ്ഥലത്ത് ഓടിയെത്തണം. അങ്ങനെ ഓടിയെത്തുമ്പോൾ ഇവരെ സമ്മേളിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ നോക്കിയേ, അടുത്ത തവണ UDF അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ആരാ മുഖ്യമന്ത്രിയുടെ PA? അപ്പോൾ ഈ റിപ്പോർട്ടർ ചോദിക്കും, ആരാ നീ? അപ്പോൾ പിന്നെ ശമ്പളം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പട്ടിപ്പണി എടുത്തോളാം എന്ന് പറഞ്ഞ് ഈ ചാനലുകാരൊക്കെ ഓടി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടെയൊക്കെ നടക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കാനും പറയാൻ ആരുമില്ല. മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും വേണ്ടി വാദിക്കണം, പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സമയം, അതായത് ടൈമിംഗ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരിലെ റിപ്പോർട്ടർമാരുടെ എത്ര പേർക്ക് സമയത്തിന് വീട്ടിൽ പോകാൻ പറ്റുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരും മിണ്ടത്തില്ല. അത് വേറെ കാര്യം, ഇവന്മാർ മിണ്ടത്തില്ല എന്നുള്ളത് മാത്രമല്ല, കൃത്യസമയത്തൊന്നും വീട്ടിൽ പോകാൻ പറ്റില്ല. അപ്പോൾ പറയുന്ന ഇതെന്ന് പറഞ്ഞാൽ ഈ തൊഴിലിന് സമയപരിധി ഇല്ല. ഈ തൊഴിൽ 24/7 365 ദിവസം അങ്ങ് നടത്തിക്കോണം. അപ്പോൾ ബാക്കിയുള്ള തൊഴിലുകൾക്കോ അതൊക്കെ 8 മണിക്കൂറിൽ പോകണം. ഇല്ലെങ്കിൽ നമ്മൾ വാർത്ത കൊടുത്ത് പൊട്ടിക്കും, ഫാക്ടറിയൊക്കെ നമ്മൾ പൂട്ടിക്കും. എന്നാണ് ഇവരുടെ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു സെറ്റപ്പ്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. പിന്നെ ചുരുക്കം ചില എസ്റ്റാബ്ലിഷ് ആയ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് മാത്രമേ നമ്മുടെ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ആയ ഒരു മാധ്യമ സ്ഥാപനമായിട്ടുള്ളൂ. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. അന്നും ഇന്നും എന്നും മലയാളിയുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റാണ്. പിന്നെ നമ്മുടെ മരമുറി മുതലാളിയൊക്കെ വന്ന് ഈ കേബിൾ ചാനലൊക്കെ ഉണ്ടല്ലോ, ഈ കേബിൾ ചാനലിനൊക്കെ നല്ല കാശ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം TV ഓൺ ആക്കുമ്പോൾ വരുന്നത് റിപ്പോർട്ടർ TV ആയിരിക്കും. ആ റിപ്പോർട്ടർ TV വരുമ്പോൾ അതും വെച്ച് ചിലവർ കണ്ടുകൊണ്ടിരിക്കും, ചിലർ തപ്പിപ്പിടിച്ച് ഏഷ്യാനെറ്റ് നോക്കി പോവും. അപ്പോൾ എപ്പോഴും മലയാളിയുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റാണ്. എൻ്റെയും പ്രിഫറൻസ് ഇപ്പോൾ ഏഷ്യാനെറ്റാണ്. കാരണം നമ്പാൻ പറ്റുന്ന വാർത്തകൾ ഏഷ്യാനെറ്റിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തനമല്ല, അതൊരു അഭിനയ കലയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എന്ന് പറയേണ്ടി വരും. ഈ 24 ന്യൂസിൻ്റെയൊക്കെ കടന്നു വരവോടുകൂടിയാണ് ഇതൊരു അഭിനയ കലയായി മാറിയത്. ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഒന്നുമല്ല. അദ്ദേഹം എന്ന് പറഞ്ഞത് ഒരു നല്ല എൻ്റർടൈനറാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും എൻ്റർടൈൻമെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം എന്ന് പറയുന്നത്. നല്ലൊരു പ്രോഗ്രാം കോർഡിനേറ്ററാണ്, നല്ലൊരു എൻ്റർടൈനറാണ്. ആ എൻ്റർടൈൻമെൻറ്റ് മാധ്യമപ്രവർത്തനവും കൂടെ ചേർത്ത് പിന്നെ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് കേരളക്കര കാണുന്ന കാഴ്ചകൾ ഇടി വെട്ട് കുത്ത് ബഹളം അങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഈ ശ്രീകണ്ഠൻ നായരുടെ നട്ടല്ലായി നിന്നിട്ടുള്ള അനിൽ ഐരൂർ എന്ന് പറയുന്ന ചേട്ടൻ പണ്ട് ഈ സൂര്യ TV, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂര്യ TV, ഇയാളും വിജയ് ബാബുവും കൂടെയാണ് പൊക്കിക്കൊണ്ടുവന്ന സൂര്യ TV. അവിടെ നിന്ന് ചാടി പിന്നെ ഈ ശ്രീകണ്ഠൻ നായരോടെയൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് 24 കൊണ്ടുവന്നു. 24 ആരും കാണാത്തൊരു സെറ്റപ്പായിരുന്നു 24 കൊണ്ടുവന്നത്. ആരും കാണാത്തൊരു സെറ്റപ്പിൽ 24 കൊണ്ടുവന്നു. നിങ്ങൾക്ക് ആരും കാണാത്തൊരു സെറ്റപ്പിൽ വേറൊരു സാധനം കൊണ്ടുവന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് നികേഷ് കുമാർ എന്ന് പറയുന്നത്. കാരണം മലയാളികൾ ചർച്ച എന്താണെന്നോ ലൈവ് എന്താണെന്നോ അറിഞ്ഞുകൂടാത്തൊരു സമയത്ത് ഈ റിപ്പോർട്ടർമാർ ലൈവായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സെറ്റപ്പ് അത് കൊണ്ടുവന്നത് നികേഷ് കുമാറാണ്. അല്ലെങ്കിൽ ചർച്ച എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് കൊണ്ടുവന്നത് നികേഷ് കുമാറാണ്. അന്നറിയാം, അന്ന് പല സിനിമാല എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ പല പരിപാടികളിലടക്കം നികേഷ് കുമാറിനെ ചർച്ച എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. നികേഷ് കുമാർ ഇങ്ങനെ കൈയെടുത്ത് വെച്ചുകൊണ്ട് നികേഷ് കുമാർ ലാപ്ടോപ്പും തുറന്നു വെച്ചുകൊണ്ട് എത്രയോ പേര് നികേഷ് കുമാറിനെ അന്ന് അനുകരിച്ചിട്ടുണ്ടായിരുന്നു. നികേഷ് കുമാർ ആ കാര്യത്തിലൊരു ലെജൻഡ് തന്നെയാണ്, അതിൽ യാതൊരുവിധ തർക്കമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നികേഷ് കുമാറിൻ്റെ ആ ഒരു വലിയൊരു മാധ്യമ ഷിഫ്റ്റിന് ശേഷം പിന്നീട് ഈ മാധ്യമ പ്രവർത്തനത്തിൽ വലിയൊരു ഷിഫ്റ്റ് കൊണ്ടുവന്നത് ഈ 24 ന്യൂസാണ്. കാരണം 24 ന്യൂസ് മാധ്യമ പ്രവർത്തനത്തെ വേറൊരു തലത്തിൽ ടെക്നിക്കലി കൊണ്ടെത്തിച്ചു. ടെക്നിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്കറിയാലോ, കാരണം നിന്ന നിപ്പിൽ നിൽക്കുന്നിടത്ത് തന്നെ റഫാൽ ജെറ്റ് പറന്നിറങ്ങും, KSRTC ബസ് വരും, ബോട്ടിലിരുന്ന് തൊഴിഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തനം നടത്താം, വാർത്ത വായിക്കുക, അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ വരും. അപ്പോൾ അരുൺകുമാറിനെ അവിടെ കൊണ്ടുവന്നപ്പോഴാണ് അരുൺകുമാർ ആദ്യമായിട്ട് ക്ലച്ച് പിടിക്കുന്നത്. അതിനു മുമ്പേ അരുൺകുമാറുണ്ട്, മീഡിയ വണിലൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്, അപ്പോഴും ഇതുപോലെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ 24 വന്ന് ശ്രീകണ്ഠൻ നായരുടെ ആ ഒരു പ്രേതത്തിനെയൊക്കെ ഇങ്ങനെ ആവാഹിച്ച്, ആത്മാവിൽ ഇങ്ങനെ ആവാഹിച്ച്, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ വാർത്ത അവതരിപ്പിക്കുന്നത് ശ്രീകണ്ഠൻ നായരിനെ പോലെ തന്നെയാണ്. എനിക്ക് 24 കാണുമ്പോഴും റിപ്പോർട്ടർ കാണുമ്പോഴും അപ്പുറത്ത് ശ്രീകണ്ഠൻ നായർ നിൽക്കുന്നു, ഇപ്പുറത്ത് മിനി ശ്രീകണ്ഠൻ നായർ നിൽക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുകയുള്ളൂ. എന്തായാലും ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ്. റിപ്പോർട്ടറിലേക്ക് ഈ സുജയ പാർവതി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക വരുമ്പോൾ ഈ മാധ്യമപ്രവർത്തകയെ കൃത്യമായിട്ട് അവിടെ അവർ മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു. എങ്ങനെയാണ് അവർ മോൾഡ് ചെയ്തെടുത്തത്? അതായത് കൃത്യമായിട്ട് സംഘപരിവാറിൻ്റെ നിലപാട് പറയാൻ ഒരാൾ വേണം. കാരണം സംഘപരിവാറിൻ്റെ നിലപാട് പറയാൻ ഒരാളുണ്ടെങ്കിൽ ആ ചാനലിന് സ്വാഭാവികമായിട്ടും റീച്ച് കിട്ടും എന്നവർക്ക് കൃത്യമായിട്ടറിയാം. അങ്ങനെ സുജയ പാർവതിയെ സംഘപരിവാറിൻ്റെ നിലപാട് പറയാനായിട്ട് സംഘപരിവാറിൻ്റെ ഒരു ജിഹ്വയാക്കി മാറ്റി അവിടെ വച്ചു. സംഘപരിവാറിനെ BJPക്ക് ഔദ്യോഗികമായിട്ട് മാധ്യമപ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്ന ഫാക്ടറി ഒന്നുമില്ല. എന്നാൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമികൾക്കുണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യൻ സെറ്റപ്പുകൾക്ക് മാധ്യമപ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ സംഘപരിവാറിനും BJPക്കും അതില്ല. മാധ്യമപ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സാധനം അവർക്കില്ല. മാധ്യമപ്രവർത്തകരെ ഇതുപോലെ അജണ്ട സെറ്റ് ചെയ്ത് പഠിപ്പിച്ച് റിക്രൂട്ട് ചെയ്ത് നേരെ ഇന്ന സ്ഥാപനങ്ങളിൽ കയറ്റണം, അങ്ങനെ ഒരു സെറ്റപ്പില്ല. ജനൻ TVയുടെ ടാഗ് ലൈന് പോലും മറച്ചു പിടിക്കില്ല വാർത്തയുടെ രാഷ്ട്രീയം എന്നാണ്. അതായത് മറച്ചു പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംഖ്യകൾ തന്നെയാണ് എന്ന് പറഞ്ഞാണ് ജനൻ TV വാർത്ത ചെയ്യുന്നത്. അല്ലാതെ ഈ സുഡാപ്പികൾ ഈ മനോരമയിലും ഏഷ്യാനെറ്റിലും പിന്നെ സുഡാപ്പികൾ മറ്റേ മാതൃഭൂമിയിലൊക്കെ കയറി ഇരുന്നുകൊണ്ട് 10 നിഷ്പക്ഷ വാർത്ത കൊടുത്തിട്ട് 11ാമത് ഒരു സുഡാപ്പി വാർത്ത കൊടുക്കുന്നത് പോലെയല്ല ജനൻ TV വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു അന്തസ്സുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരുടെ ടാഗ് ലൈൻ തന്നെ അതാണ്, മറച്ചു പിടിക്കില്ല വാർത്തയുടെ രാഷ്ട്രീയം. എന്ത് തന്നെയായിരുന്നാലും ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ കേസിലോട്ട് വരുമ്പോൾ സുജയ പാർവതി അങ്ങനെ മോൾഡ് ചെയ്ത് സംഘപരിവാറിൻ്റെ ജിഹ്വയായിട്ട് ഇറക്കി. കൃത്യമായിട്ടൊരു അഭിനയം തന്നെയാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ജനങ്ങളെ എങ്ങനെ അവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിപ്പിക്കാം എന്നുള്ളതാണ് അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ പറയുന്നത് പണ്ട് വാർത്ത മാത്രം പറയും, ഇന്ന് അങ്ങനെയല്ല. വാർത്തയുടെ കൂടെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ള ആംഗിൾ കൂടെ ഇട്ട് തരും. ബുദ്ധിയുള്ള ജനങ്ങൾ ആ ആംഗിൾ എടുക്കില്ല, ബുദ്ധിയുള്ള ആൾക്കാർ. പക്ഷേ സ്വന്തമായിട്ട് അഭിപ്രായമില്ലാത്ത ആൾക്കാർ ഇതിലേതെങ്കിലും ഒരു അഭിപ്രായം ചൂസ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി കൂടും, അതോടുകൂടി ചാനലിൻ്റെ റീച്ച് അങ്ങ് കൂടും. ഇതാണ് അവരുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. സുജയ പാർവതി യഥാർത്ഥത്തിൽ ആരായിരുന്നു? സംഘപരിവാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു മാധ്യമപ്രവർത്തകയാണോ? അല്ല. സുജയ പാർവതി സംഘപരിവാർ അല്ലെങ്കിൽ RSS ശാഖയിൽ പോയിട്ടുള്ള, അവിടെ നിന്നും വളർന്നു വന്ന, അതിനുശേഷം ABVPയിലൂടെ വളർന്നു വന്ന ഒരു മാധ്യമപ്രവർത്തകയാണോ? അല്ല. സുജയ പാർവതി ആരായിരുന്നു? സുജയ പാർവതി എന്ന് പറയുന്നത് ഒരു KSUക്കാരിയായിരുന്നു. സുജയ പാർവതി ഒരു KSUക്കാരിയായിരുന്നു. സുജയ പാർവതി ചങ്ങനാശ്ശേരി SP കോളേജിലാണ് പഠിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ KSUവിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചൊരു വ്യക്തി കൂടെയാണ് സുജയ പാർവതി എന്ന് പറയുന്നത്. ശേഷം ജീവൻ TVയിലുണ്ടായിരുന്നു, റിപ്പോർട്ടറിലുണ്ടായിരുന്നു, അവിടെ നിന്ന് ഏഷ്യാനെറ്റിലേക്ക് വന്ന് പിന്നീട് 2014 BJPയുടെ മുരളീധരനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിലൂടെയാണ് പിന്നെ സുജയ പാർവതി സംഘപരിവാർ ചായ്വിലേക്ക് വരുന്നത്. അങ്ങനെ സംഘപരിവാർ ചായ്വിലേക്ക് മുരളീധരനെ പരിചയപ്പെട്ട്, അതായത് അവർ തമ്മിൽ ഔദ്യോഗികമായി കൂടുതൽ അടുത്ത് കഴിഞ്ഞ ശേഷം സുജയ പാർവതി എന്ത് ചെയ്തു? സംഘപരിവാറിൻ്റെ ചായ്വിലേക്ക് വരുന്നു. പക്ഷേ അപ്പോഴും ഉള്ളിൽ സുജയ പാർവതിയുടെ ഉള്ളിൽ ഒരു KSUക്കാരി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ഇവിടെയുള്ള സംഖ്യകളെല്ലാം വിദഗ്ധമായി പറ്റിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പറ്റിക്കപ്പെടാനായിട്ട് അവർ നിന്നുകൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിംഗ് ഒക്കെ കുതിച്ചുയർത്തിക്കൊണ്ട് സുജയ പാർവതി അങ്ങനെ സംഘപരിവാറിൻ്റെ ഒരു മുഖമായിട്ട് അങ്ങനെ ചാനലുകളിൽ വിരാജിച്ചു പോകുന്നു. ഇപ്പോൾ സുജയ പാർവതി പോകുന്ന ചാനൽ ഏതാണ്? ബിഗ് ന്യൂസ് TV എന്നാണ്. വിജയ് റെഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ തെലങ്കാനയിലെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ ബ്രദറാണ്. അയാളുടെ ചാനലിലോട്ടാണ് സുജയ പാർവതി പോകുന്നത്. KC വേണുഗോപാലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് സുജയ പാർവതിയിലോട്ട് പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പല ഭാഗത്തായിട്ട് തത്തി കളിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഇനി പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. കാരണം ഇവരുടെ കൂടെ അടുപ്പമുള്ള ആൾക്കാരൊക്കെ പടച്ചുവിടുന്ന റിപ്പോർട്ടുകളാണ്. അങ്ങനെ KC വേണുഗോപാലിലൂടെയൊക്കെ ചർച്ച നടത്തിയിട്ടാണ് സുജയ പാർവതി ബിഗ് ന്യൂസ് TVയിലേക്ക് പോകുന്നത്. ഒരു കോൺഗ്രസ് സംരംഭമാണ് ഈ ബിഗ് TV എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് അതുകൊണ്ടാണ് നമ്മുടെ മറുനാടൻ ഷാജനൊക്കെ ഈ ബിഗ് ന്യൂസ് TV എന്ന് കിടന്ന് ചാടുന്നത്. കാരണം അണ്ണ ഒരു കോൺഗ്രസ്സുകാരനാണല്ലോ. ബിഗ് ന്യൂസ് TVയിലേക്ക് സുജയ പോകുന്നു, ബിഗ് ന്യൂസ് TVയിലേക്ക് അപർണ കുറുപ്പ് പോകുന്നു, ബിഗ് ന്യൂസ് TVയിലേക്ക് ലക്ഷ്മി പത്മ പോകുന്നു. ഈ ലക്ഷ്മി പത്മ 24 മലയാളം ന്യൂസിൽ നിന്നുകൊണ്ടൊരു
ചോദ്യം ചോദിക്കുന്ന ഞാൻ കണ്ടതാണ്. ഹെഡ്ഗേവാർ എന്തുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാത്തതെന്ന്. അതിനു മുമ്പേ ഹെഡ്ഗേവാർ മരിച്ചുപോയി, അഥവാ വിഷ്ണുപാദം പോകി, അഥവാ ദിവംഗതനായി എന്നൊക്കെ പറയും. അപ്പോൾ ആ വിവരം പോലും ഇല്ലാത്തൊരു മാധ്യമപ്രവർത്തകയാണ് എന്നുള്ളതാണ് ലക്ഷ്മി പത്മയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ചിലപ്പോൾ അത് മാത്രം അറിഞ്ഞുകൂടാത്തതായിരിക്കും, വേറെ എല്ലാത്തിനെക്കുറിച്ചും അറിയായിരിക്കും. ആഗോള സാമ്പത്തിക സാമൂഹിക രംഗത്തെക്കുറിച്ചൊക്കെ അഗാധമായിട്ടുള്ള പ്രാവീണ്യമുള്ളതായിരിക്കും. ചിലപ്പം എനിക്ക് ആ പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് തോന്നണമായിരിക്കും. എന്ത് തന്നെയായിരുന്നാലും ലക്ഷ്മി പത്മ, പിന്നെ ജോഷി കുര്യനെ പോലുള്ള മാധ്യമപ്രവർത്തകർ എല്ലാം അങ്ങോട്ടേക്ക് പോവുകയാണ്. സുജയ പാർവതിക്ക് നമ്മുടെ ഹൈഡ്രോളി പറയുന്നത്, നമ്മുടെ നികേഷ് കുമാറിൻ്റെ എപ്പോഴും പിറകെ നടക്കുന്ന, ബോബന് മുകളിലുള്ള പട്ടിയെ പോലെ നടക്കുന്ന ഹൈഡ്രോളി പറയുന്നത്, ഇപ്പോൾ നികേഷ് കുമാറിൻ്റെ പിറകെ അല്ല, ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസിൻ്റെ വലിയ വലിയ ഈ സിനിമാക്കാരുടെ പിറകെയാണ് നടക്കുന്നത്. ഹൈഡ്രോളി പറയുന്നത് 10 ലക്ഷം രൂപ സാലറിയും 1 കോടി രൂപ അല്ലാതെയും ഒരു ഫ്ലാറ്റും കൊടുത്താണ് സുജയ പാർവതി എടുത്തുകൊണ്ട് പോകുന്നത് എന്നാണ് ഇങ്ങേര് പടച്ചുവിടുന്ന വാർത്തയെന്ന് പറയുന്നത്. ഇത് എനിക്ക് ഔദ്യോഗികമായി കിട്ടിയ വാർത്തയാണ്, എൻ്റെ സ്രോതസ്സുകളിൽ നിന്നും എന്നും ഹൈഡ്രോളി വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ സുജയ പാർവതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 45-48 വയസ്സേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ അനിൽ അയിരൂർ എന്ന് പറയുന്ന വ്യക്തി 24 വന്നു. 24 പകുതി വഴിക്കിട്ടിട്ട് നേരെ റിപ്പോർട്ടറിലോട്ട് ചാടി. റിപ്പോർട്ടർ ഇപ്പോൾ പകുതി വഴിക്കിട്ടിട്ട് പുതിയ ചാനൽ ബിഗ് ടി വി ന്യൂസിലോട്ട് പോവുകയാണ്. ഈ ബിഗ് ടി വി ന്യൂസിൽ സുജയ പാർവതിയെ കൊണ്ടുവന്ന് ഇനി ഇങ്ങേര് ഇതും പകുതി വഴിക്കിട്ടിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ചാടിപ്പോയാൽ, അങ്ങനെ ചാടിപ്പോവില്ല, കാരണം ഇത് തെലുങ്കൻ്റെ ചാനലാണല്ലോ, തെലുങ്കൻ്റെ ചാനൽ. അതുകൊണ്ട് ഫുൾ കൺട്രോൾ അനിൽ അയിരൂറിന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് പുള്ളി വരുന്നത്. സുജയ പാർവതിയെ തലപ്പത്തിലെത്തിയിട്ട് അങ്ങനെ അവിടെ പുതിയൊരു ചാനൽ സെറ്റപ്പ് കൊണ്ടുവരാമെന്നുള്ള രീതിയിലാണ് പുള്ളി പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ചാനൽ എങ്ങാനും അനിൽ അയിരൂർ ഇത് കൈവിട്ട് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചാനൽ ഡിമ്മെന്ന് പറഞ്ഞ് താഴെ പോകും. അനിൽ അയിരൂർ പോയി വേറെ ചാനൽ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ, ഈ റിപ്പോർട്ടർമാരുടെ കാര്യം വിട്, കാരണം വിളക്ക് കത്തി നിൽക്കുമ്പോൾ ഈയാമ്പാറ്റകൾ വരുന്നത് പോലെയുള്ളൂ റിപ്പോർട്ടർമാർ വരുന്നത്. പക്ഷേ ഇതിൻ്റെ തലപ്പത്തെടുത്ത് വയ്ക്കുന്ന ഡെസ്കിൽ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ ചീഫ് എഡിറ്റർ, അസിസ്റ്റൻറ്റ് ചീഫ് എഡിറ്റർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ, അതാണ് ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അതായത് ഒരു ഡെസ്കിലിരിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും എന്തെങ്കിലുമൊക്കെ സ്ഥാനം കൊടുക്കണം, ഇല്ലെങ്കിൽ ഇവന്മാർ അവിടെ ഇരിക്കില്ല. ഈഗോ പിടിച്ച പുല്ലുകളാണ് എല്ലാം എന്ന് പറയുന്നത്. അതായത് ഈ ഡെസ്കിലിരിക്കുന്ന ആൾക്കാർക്ക്, ഒരാൾക്ക് ചീഫ് എഡിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഞാനും ചീഫ് എഡിറ്റർ ആവാനായിട്ട് അർഹതയുള്ളൊരു മനുഷ്യൻ തന്നെയാണെന്ന് വേറെ എവനെങ്കിലുമൊക്കെ ഉയർന്നു വരും. അപ്പോൾ ഉടനെ പറയും, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നീ അസിസ്റ്റൻറ്റ് ചീഫ് എഡിറ്റർ ആയിക്കോ. അപ്പോൾ അപ്പുറത്തിരിക്കുന്നവൻ പറയും, എനിക്കെന്താ ഒരു എക്സിക്യൂട്ടീവ് എഡിറ്ററുടെ പോസ്റ്റിന് അർഹതയില്ലേ. അല്ലാതെ ഈ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇപ്പോൾ വേറെ ഒരാളുണ്ടല്ലോ, എങ്കിലും എനിക്ക് വേണം. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിക്കോ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന വേറൊരുത്തൻ പറയും, എനിക്കും ആവണം അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ. അങ്ങനെയാണെങ്കിൽ നീ ഒരു ഉച്ചവരെ ആയിക്കോ, ഉച്ചയ്ക്ക് ശേഷം നീ അസിസ്റ്റൻ്റ് ആയിക്കോ എന്ന് പറഞ്ഞ് തുടങ്ങും. അതായത് എല്ലാവന്മാർക്കും പദവി വേണം. അപ്പോൾ ഈ ചീഫ് എഡിറ്റർ എന്ന് പറഞ്ഞ പദവിയാണ് ഇതിലെ ടോപ്പ് പദവി എന്ന് പറയുന്നത്. ഈ ചീഫ് എഡിറ്റർ പദവി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തോട്ട് പദവിയില്ല. ഈ ചീഫ് എഡിറ്റർ പദവിയിൽ ഇരുന്നിട്ട് വേറെ സ്ഥാപനത്തിൽ പോയിട്ട് അതിൻ്റെ താഴെയുള്ള പദവിയായിട്ടുള്ള എക്സിക്യൂട്ടീവ് എഡിറ്ററോ സീനിയർ എഡിറ്ററോ ഒന്നും പോയി കയറാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ എഡിറ്റർ പോസ്റ്റിൽ പോലും കയറാൻ പറ്റില്ല, കാരണം അപ്പുറത്തെ ചീഫ് എഡിറ്ററായിട്ട് ഇരുന്നതാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒരിടത്തും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് സുജയ പാർവതിക്ക് ഇപ്പോൾ ബിഗ് ടി വി ന്യൂസിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് ചാനലിലോട്ട് പോകും? ഏഷ്യാനെറ്റിലോട്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെ നിന്നാണ് കുറ്റിയും ബർജ് വന്നത്. 24 നിന്നും ബഹളം ഉണ്ടാക്കിയാണ് ഇറങ്ങി വന്നത്. കാരണം 24 നിന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു വിട്ടാണെന്ന് പറയുന്നു, റിസൈൻ ചെയ്താണ് സുജയ പാർവതിയും പറയുന്നത്. കാരണം സംഘപരിവാറിൻ്റെ വേദിയിൽ പോയി പ്രസംഗിച്ചപ്പോൾ ശ്രീകണ്ഠൻ നായർ താക്കീത് കൊടുത്തു. സംഘപരിവാറെല്ലാം കൂടെ, അതായത് സംഘികളെല്ലാം കൂടെ സുജയ പാർവതിയെ ഹോയ് ഹോയ് എന്ന് വിളിച്ച് അവിടെ നിന്ന് ചാടിച്ച് നേരെ റിപ്പോർട്ടറിൽ കൊണ്ട് കയറ്റി. റിപ്പോർട്ടറിൽ നിന്നും ഇപ്പോൾ കഷവിഷയം ഉണ്ടാക്കി ഇറങ്ങി നേരെ ഇതിലോട്ട് പോയി ഇവിടെ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ കയറി. ഇനി ഇവിടെ നിന്നും എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നാൽ, കാരണം ഇപ്പോൾ 45-48 വയസ്സായിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് കിടക്കുകയാണ് ഒരുപാട് നാളുകൾ, സുവർണ്ണ നാളുകളാണ് ഇനി കിടക്കുന്നത് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ഏഷ്യാനെറ്റിൽ പോകാൻ പറ്റില്ല, 24 പോകാൻ പറ്റില്ല, റിപ്പോർട്ടറിൽ പോകാൻ പറ്റില്ല, മാതൃഭൂമിയിൽ എന്തായാലും പോകാൻ പറ്റില്ല. അവിടെ അടുപ്പിക്കത്തില്ല, കാരണം അവിടെ നമ്മുടെ രാജീവ് ദേവരാജാണ് തലപ്പത്തിരിക്കുന്നത്, അന്തം കമ്മിയാണ്. പിന്നെ നമ്മുടെ അഭിലാഷ് താഴെ, മാധു, അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ കയറിയിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് മനോരമയുണ്ട്. മനോരമ പിന്നെ പറയേണ്ടതേയില്ല. ജോണി ലൂക്കോസ് പിന്നെ ആ കോട്ടിനകത്ത് നിന്ന് ഇറങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമയെ കയറിയിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ജനം ടി വിയാണ് സുജയ പാർവതിക്ക് വരാനുള്ളത്. ജനം ടി വിയിൽ സുജയ പാർവതിക്ക് ചീഫ് എഡിറ്ററോ സിഇഒയോ COOയോ അല്ലെങ്കിൽ സീനിയർ സിഇഒയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് കിട്ടാതിരിക്കില്ല. എന്തായാലും സുജയ പാർവതി ഇപ്പോൾ അവിടെ നിന്ന് ചാടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു
വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഈ ചീഫ് എഡിറ്റർ പോസ്റ്റൊക്കെയാണ് സുജയ പാർവതി കിട്ടുന്നതെങ്കിൽ അതിനപ്പുറം ഒരു പോസ്റ്റില്ല. അതൊക്കെ നമ്മുടെ സിന്ധു സൂര്യകുമാർ ചേച്ചിയെ കണ്ടുപിടിക്കണം. ചേച്ചിക്ക് അവിടെ വേണമെങ്കിൽ ഏഷ്യാനെറ്റിൽ ചീഫ് എഡിറ്റർ വേണമെങ്കിലൊക്കെ ആകാമായിരിക്കും, പക്ഷേ ചേച്ചി ആകില്ല. ചേച്ചി അതിൻ്റെ താഴെയുള്ള പോസ്റ്റിലേ എപ്പോഴും നിൽക്കുകയുള്ളൂ. കാരണം ഇനി എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൊരു പോസ്റ്റ് ഉണ്ടല്ലോ, അത് ചോദിക്കാം. ചീഫ് എഡിറ്ററിൽ നിന്ന് പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വേറെ ഒരു പോസ്റ്റില്ല. നമ്മുടെ CID മൂസയിലെ ക്യാപ്റ്റൻ രാജു പറയുന്നത് പോലെ എൻ്റെ തലയ്ക്ക് മുകളിൽ ആരുമില്ല എന്ന് പറയുന്നത് പോലെയാകും അവസ്ഥയും സംഭവവും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് കേരളത്തിലെ സംഘപരിവാർ അല്ലെങ്കിൽ സംഘികളെ ഇത്രയും വിദഗ്ധമായിട്ട് പറ്റിച്ച ഒരു മാധ്യമപ്രവർത്തക വേറെ ഇല്ല എന്ന് തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് സുജയ പാർവതിയെക്കുറിച്ച് തോന്നിയിട്ടുണ്ട്. എന്ത് തന്നെയായിരുന്നാലും വരുന്ന ബിഗ് ന്യൂസ് TV എന്താകും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ശരി.